കണക്റ്റഡ് ആയിട്ടുള്ള മറ്റൊരു ട്രെയിൻ കൂടി മെമു ഉണ്ടെങ്കിൽ യാത്രക്കാരുടെ ബുദ്ധിമുട്ടുകൾ കൂടുതൽ പരിഹരിക്കപ്പെടും എന്നാണ് അദ്ദേഹം പറയുന്നത്. നവമി, ഇത്തരത്തിലുള്ള ചില ആവശ്യങ്ങൾ കൂടിയുണ്ട്. അതായത് ഈ പുതിയ സർവീസുകൾ ആരംഭിക്കുമ്പോൾ പൊതുവെ കേരളത്തിൽ തീർച്ചയായും ഉപഭോക്താക്കൾ ഉണ്ടാകും. ഇപ്പോൾ ലിയോൺസ് തന്നെ പറഞ്ഞതുപോലെ ഈ ബാംഗ്ലൂരിലൊക്കെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് മാത്രം പോകുന്നവരുടെ പട്ടിക പരിശോധിച്ചാൽ പോലും ആയിരക്കണക്കിനാണുള്ളത്. അതോടൊപ്പം തന്നെ ജോലി ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റാവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ പോകുന്നവർ അവർ ഈ ട്രെയിൻ പ്രയോജനപ്പെടുത്തി കേരളത്തിലേക്ക് എത്തുമ്പോൾ അവിടെ നിന്ന് അതേ സമയത്ത് തന്നെ തെക്കൻ കേരളത്തിലേക്കൊക്കെ ട്രെയിൻ ഉണ്ടെങ്കിൽ കൂടുതൽ പ്രയോജനപ്രദമാകുമെന്ന പ്രതീക്ഷയൊക്കെ പുലർത്തുന്നുണ്ട്. എന്തായാലും ഈ വന്ദേ ഭാരത് അധികമായി എത്തുമ്പോൾ ആളുകൾ വലിയ സന്തോഷത്തിൽ തന്നെ ആയിരുന്നു. അതെ അഭിലാഷ്, ഇപ്പോൾ എറണാകുളത്ത് വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് അവർക്ക് മറ്റ് ജില്ലകളിലേക്ക്, ഇപ്പോൾ ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ഭാഗങ്ങളിലേക്ക് പോകുന്നവർക്ക് ആ സമയത്തൊരു കണക്ഷൻ ട്രെയിനും കൂടി ഉണ്ടെങ്കിൽ വളരെ സൗകര്യപ്രദമായിരിക്കും, വളരെ ഉപകാരപ്രദമായിരിക്കും. എന്തായാലും ഈ ട്രെയിൻ സ്ഥിരം യാത്ര ചെയ്യുന്നവരുടെയൊക്കെ അസോസിയേഷൻ ഉണ്ട്, ഇവരൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് റെയിൽവേയോട് ഇക്കാര്യം അറിയിക്കുമെന്നാണ് നമുക്കും അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഈ വന്ദേ ഭാരത് ഈ ഒരു പുതിയ ട്രെയിൻ കൂടി വന്നതോടുകൂടി നിരവധി പേർക്കാണ്, അത് അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ കുട്ടികളുണ്ട്, ടെക്കികളുണ്ട്, ഇവരൊക്കെ നമുക്കറിയാം വളരെ ബുദ്ധിമുട്ടിയാണ് ഈ നാട്ടിലേക്ക് വരുന്നത്. അവർക്കൊക്കെ വളരെ സൗകര്യപ്രദമായിട്ടുള്ള സമയം, വളരെ സമയം ചുരുങ്ങിയ സമയം കൊണ്ട് 8 മണിക്കൂർ കൊണ്ട് എറണാകുളത്തേക്ക് എത്തുക അല്ലെങ്കിൽ കേരളത്തിലേക്ക് എത്തുക എന്ന് പറയുന്നത് വലിയൊരു സംഭവം തന്നെയാണ്, വലിയൊരു കാര്യം തന്നെയാണ്. അത് യാഥാർത്ഥ്യമാകുമ്പോൾ അതിൻ്റെ സന്തോഷവുമുണ്ട്. നമ്മൾ ട്രെയിനിൽ വെച്ച് ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. ഇന്നിപ്പോൾ വന്ദേ ഭാരതിൽ ക്ഷണിക്കപ്പെട്ട അതിഥികളായിരുന്നു ഉണ്ടായിരുന്നത്. അത് 3 സ്കൂളുകളിലെ കുട്ടികളുണ്ടായിരുന്നു. KV സരസ്വതി വിദ്യാലയം, അമൃത സ്കൂളുകളിലെ കുട്ടികളുണ്ടായിരുന്നു. അവർക്ക് വലിയ സന്തോഷമാണ് പങ്കുവെച്ചത്. ആ പങ്കുവെച്ച സന്തോഷ പ്രകടനങ്ങൾ നമ്മുടെ പക്കലുണ്ട്. നേരത്തെയാണ് നവമി എറണാകുളത്ത് വെച്ച് ആ യാത്ര ആരംഭിക്കുന്നതിന് മുമ്പാണ് നവമി ഈ വിവരങ്ങൾ ശേഖരിച്ചത്. അതിനുശേഷം നവമി, തീർച്ചയായും ആ പ്രതികരണത്തിലേക്ക് പോകാം, കുട്ടികൾ സന്തോഷമടക്കം. അതിനു മുമ്പ് ശ്രീ അനിൽകുമാർ, ശ്രീ വി അനിൽകുമാർ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ അനിൽകുമാർ, ഇതാ ഒരു വന്ദേ ഭാരത് കൂടി കേരളത്തിന് ലഭ്യമാകുന്നു. ഇതിപ്പോൾ നമ്മുടെ നിരന്തരമായ ആവശ്യം കൂടിയാണ് ഇത്തരത്തിലുള്ള സർവീസുകൾ, അതായത് കൂടുതൽ ലക്ഷറി ആയിട്ടുള്ള സർവീസുകൾ, കൂടുതൽ വേഗത്തിൽ യാത്ര ചെയ്യാൻ പറ്റുന്ന സർവീസുകളൊക്കെ നമുക്ക് ആവശ്യമുണ്ട് എന്നത്. അത് 2024 ഈ പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തിയ ആ സർവീസിന് പോലും ലഭിച്ച സ്വീകാര്യത നമുക്കറിയാവുന്നതാണ്. ഇത്തരം വന്ദേ ഭാരതുകൾക്കുള്ള സാധ്യത ഇനിയും കേരളത്തിലുണ്ടോ? ഇപ്പോഴത്തെ ഈ വന്ദേ ഭാരതിനെ ഏത് നിലയിലാണ് കാണുന്നത്? പുതിയ ഫാസ്റ്റസ്റ്റ് ട്രെയിനുകളൊക്കെ നമ്മുടെ റൂട്ടിൽ വരുന്നത് സ്വാഗതാർഹമാണ്. കാരണം നമ്മുടെ ജനവിഭാഗത്തിന് വളരെ അത്യാവശ്യമായിട്ടുള്ള യാത്രകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. റോഡ് മാർഗങ്ങളെല്ലാം വളരെ മോശപ്പെട്ട സ്ഥിതിയിൽ നിൽക്കുന്ന ഈ അവസ്ഥയിൽ ഇങ്ങനെയുള്ള പുതിയ ട്രെയിനുകൾ റെയിൽവേ ആരംഭിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. പക്ഷെ റെയിൽവേ ഇങ്ങനെയുള്ള പുതിയ ട്രെയിനുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിന് ആനുപാതികമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ കൂടെ ഉണ്ടാക്കണം. ഇൻഫ്രാസ്ട്രക്ചർ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഇതിന്റെ അറ്റകുറ്റപ്പണികളും കാര്യങ്ങളും നോക്കുവാൻ വേണ്ടിയും ഈ വാഹനത്തില് ടിക്കറ്റ് പരിശോധകരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിലും അത് ആനുപാതികമായിട്ടുള്ള തൊഴിലാളികളെ കൂടി വർദ്ധിപ്പിച്ചുകൊണ്ടായിരിക്കണം പുതിയ ട്രെയിനുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നാണ് സദേൺ റെയിൽവേ മറ്റൂരിന്റെ അസിസ്റ്റന്റ് ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ അതിൽ പരിമിതികൾ ഉണ്ട് എന്നാണോ താങ്കൾ പറയുന്നത്? ജീവനക്കാർ കുറവാണ് എന്നാണോ? തീർച്ചയായിട്ടും അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ തന്നെ ജീവനക്കാർ ആനുപാതികമായിട്ട് കുറവ് തന്നെയാണ്. വളരെ നന്ദി ശ്രീ അനിൽകുമാർ ഞങ്ങളോട് പ്രതികരിച്ചതിന്. നേരത്തെ നവമി സൂചിപ്പിച്ചിരുന്നു, വലിയ സന്തോഷത്തോടു കൂടിയാണ് ഈ കന്നി യാത്ര എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു യാത്രയാണ്. കാരണം ഫ്ലാഗ് ഓഫ് ചെയ്തിരിക്കുന്നു. 11-ാം തീയതി മുതലാണ് സർവീസ് ആരംഭിക്കുന്നത്. ആ യാത്രയുടെ ഭാഗമാകുന്നവർ, ആ യാത്രയുടെ ഭാഗമായവർ, ഒപ്പം യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ അവർ വലിയ ആവേശത്തോടെയും ആഹ്ലാദത്തോടെയും ഒക്കെയാണ് ആ യാത്രയെ നോക്കിക്കണ്ടത്. നമുക്ക് ആ പ്രതികരണങ്ങൾ കൂടി ഒന്ന് കാണാം. നിങ്ങൾ എത്ര പേരുണ്ട്? ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് 20 പേര്. എക്സൈറ്റഡ് ആണ്? ആദ്യമായിട്ടാണോ കയറുന്നത്? എന്ത് തോന്നുന്നു? നല്ലതായിട്ടുണ്ട്. സന്തോഷം? ഭയങ്കര കംഫർട്ടബിൾ ആണ്. അതെ, ഭയങ്കര കംഫർട്ടബിൾ ആണ്. വേഗം നമുക്ക് എത്താൻ പറ്റും. അതെ. ഇനിയും ഇതുപോലത്തെ ട്രെയിനുകൾ വേണമെന്നുണ്ട് ആവശ്യമുണ്ടോ? ആബ്സല്യൂട്ട്ലി ആവശ്യമുണ്ട്. ഒരു ഹായ് പറയും എല്ലാവരും കൂടി. ഓക്കെ,
അപ്പൊ നിങ്ങൾ എവിടെ നമ്പർ 2 എപ്പോഴായിരുന്നു പെർഫോമൻസ്? ഇപ്പൊ കുറച്ചു നേരമായി കഴിഞ്ഞു. സുരേഷ് ഗോപി MP യെസ് നിങ്ങൾ തൃശ്ശൂർ ഇറങ്ങും. എങ്ങനെയുണ്ട് ട്രെയിനിൽ കയറിയിട്ട്? നല്ല ഭംഗിയാണ്, നല്ല കംഫർട്ടബിൾ ആണ്. സന്തോഷത്തിലാണ്. ആദ്യമായിട്ടാണ് കയറുന്നത്? അല്ല, ഫസ്റ്റ് ടൈം. എങ്ങനെയുണ്ട് വന്ദേ ഭാരതിന്റെ യാത്ര? നല്ല രസമുണ്ട്. മറ്റു ട്രെയിനിലെ കാട്ടിയൊക്കെ വലിയ സൗകര്യമാണ്. സ്വസ്ഥായിട്ട് വലിയ ശബ്ദമൊന്നുമില്ല, തിരക്കൊന്നുമില്ല. തിരക്കില്ല. സുരേഷ് ഗോപി MP എടുത്ത സെൽഫി. എല്ലാരും കിട്ടിയ അവസരം മുതലാക്കിയിട്ടുണ്ട്. എന്നാലും അപ്പൊ നിങ്ങൾ വരച്ച ചിത്രം കൂടി ഒന്ന് പ്രേക്ഷകരെ കാണിച്ച എന്തൊക്കെയാന്ന് ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത്. മോള് പറഞ്ഞ ഇത് എന്തൊക്കെയാ? ഇത് പ്രത്യേകിച്ചൊന്നുമില്ല, വന്ദേ ഭാരത് വരച്ചിട്ടുണ്ട്, പിന്നെ ഇന്ത്യന്റെ പിന്നെ ചന്ദ്രയാൻ, പിന്നെ ഇന്ത്യയുടെ നേട്ടങ്ങളെല്ലാം. ഇതെന്താണ്? ഇത് ആത്മനിർഭർ ഭാരത് ആണ് നമ്മുടെ ടോപ്പിക്. അഗ്രികൾച്ചർ സെക്ടറിൽ ഇന്ത്യ സെൽഫ് സഫീഷ്യന്റ് ആണ്. ഇന്ത്യയുടെ ഗ്രോത്ത് കാണിച്ചിട്ടുണ്ട്. സ്പേസിൽ, മെഡിക്കൽ ഫീൽഡ് എല്ലാത്തിലും സെൽഫ് സഫീഷ്യന്റ് ആണെന്ന് കാണിക്കുന്നത്. ഇതെന്താണ്? പുതിയ ടെക്നോളജീസും സെൽഫായിട്ട് നമ്മൾ ജോലി അഗ്രികൾച്ചറായിട്ടും. ഇത് ആത്മനിർഭർ ഭാരതിനെ കുറിച്ചുള്ളതാണ്. വോക്കൽ ഫോർ ലോക്കൽ. നമ്മുടെ എക്കണോമിക് ഗ്രോത്തും യൂത്ത് തലമുറേന്റെ ഇതും ഓരോ മേഖലയിലുള്ള ആൾക്കാർ. നമ്മുടെ വന്ദേ ഭാരത്, ചന്ദ്രയാൻ, നമ്മുടെ സോളാർ എനർജി. ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ടു ബി ഹിയർ. എക്സൈറ്റഡ് ആണ്. അതെ, ഞാൻ റെയിൽ ഫാനാണ്, അങ്ങനെ കിട്ടിയതാ. റെയിൽ ഫാനാണ്, അങ്ങനെ കിട്ടിയതാണ് ഈ ബസ്. തൃശ്ശൂരാണ് പോയി ഇറങ്ങുന്നത്? പാലക്കാടാണ് ഇറങ്ങുന്നത്. അപ്പൊ ഇനിയും വന്ദേ ഭാരതിലൊക്കെ യാത്ര ചെയ്യും? ആണ്. വന്ദേ ഭാരത് യാത്ര ചെയ്യാൻ പറ്റിയാൽ ആദ്യത്തെ ദിവസം തന്നെ പോകാൻ പറ്റിയ ഒരുപാട് സന്തോഷമുണ്ട്. റെയിൽ ഫാനാണ്, യൂട്യൂബറാണ്. അപ്പോൾ ഈ ട്രെയിനിൽ പോകാൻ പറ്റിയത് ഫസ്റ്റ് ടൈമാണ് ഈ വണ്ടിയിലിപ്പം പോകുന്നത്. അതിന് മുന്നേ വന്ദേ ഭാരതിൽ പോയിട്ടുണ്ട്. അപ്പോൾ വന്ദേ ഭാരത് പോലുള്ള ട്രെയിനുകളാണ് നമുക്ക് ആവശ്യമുള്ള സാധനം. ആൾക്കാർക്ക് സേഫ്റ്റിയും അതുപോലെ കംഫർട്ടും കാര്യങ്ങളൊക്കെ. പിന്നെ സ്പീഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാ ട്രെയിനും നമുക്ക് ആക്കാവുന്നേ ഉള്ളൂ വന്ദേ ഭാരതിൻ്റെ രീതിയിലേക്ക്. അതിന് നമുക്ക് ട്രാക്കുകളും കാര്യങ്ങളൊക്കെ മാറ്റിയാലേ ആവുകയുള്ളൂ. പക്ഷേ ഇതുപോലുള്ള സൗകര്യങ്ങൾ യാത്രക്കാർക്ക് നല്ല രീതിയിൽ ഇപ്പോൾ നമുക്ക് കംഫർട്ടബിളായിട്ട് സുരക്ഷിതമായിട്ടും പോകാൻ പറ്റും. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ നേരിടുന്ന ഒരു പ്രശ്നം ട്രെയിനിൽ സുരക്ഷയില്ലായ്മയാണ്. പക്ഷേ വന്ദേ ഭാരതിൽ നമുക്ക് സുരക്ഷയുടെ കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള ടെൻഷനും ഇതുവരെ ഇല്ല. പിന്നെ ബാക്കി ഇതുപോലെ കൊണ്ടു നടക്കേണ്ടത് നമ്മൾ യാത്രക്കാരുടെ ഉത്തരവാദിത്തമാണ്. റെയിൽവേ ഉണ്ടാക്കി തരുന്ന കോച്ചുകളും കാര്യങ്ങളൊക്കെ ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്തു പോകേണ്ടത് നമ്മുടെ ഓരോ യാത്രക്കാരും ചെയ്യേണ്ടതാണ്. നമുക്ക് വലിയ ഉത്തരവാദിത്തം, നമ്മുടെ ഉത്തരവാദിത്തമാണ്. യെസ്, നവമി പ്രതികരണങ്ങൾ തേടുമ്പോൾ കുട്ടികളുടെയും യുവാക്കളുടെയും പ്രതികരണങ്ങളായിരുന്നു. കുട്ടികൾ ആ സബ്ജക്റ്റിനെ തന്നെ എത്രത്തോളം പുരോഗമന ചിന്താഗതിയോടെയാണ് നോക്കിക്കണ്ട് വരച്ചത് എന്നതിൽ നിന്ന് തന്നെ അവർ എത്രത്തോളം പുതിയ കാലഘട്ടത്തിന് അനുസരിച്ച് മുന്നോട്ട് പോകുന്നു എന്നത് വളരെ വ്യക്തമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ കുട്ടികളുമൊക്കെയായി സംവദിച്ചുകൊണ്ടാണ് ഈ വന്ദേ ഭാരതിൻ്റെ തുടക്കം മുതൽ ആദ്യ സർവീസുകൾ ആരംഭിക്കുമ്പോഴടക്കം അധികവും കുട്ടികളോടാണ് സംവദിക്കുന്നത് നമ്മൾ കാണുകയും ചെയ്യുന്നത്. ആ കുട്ടികളുടെ പ്രതികരണത്തിൽ അവർ നമ്മുടെ സമ്പദ്ഘടനയെ എങ്ങനെ നോക്കിക്കാണുന്നു, കാർഷിക മേഖലയിലെ വളർച്ചയെ, ടെക്നോളജി രംഗത്തെ ഉന്നമനത്തെ ഒക്കെയാണ് അവർ പ്രതിനിധീകരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഇപ്പോൾ ശ്രീ PK കൃഷ്ണദാസ് കൂടി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ PK കൃഷ്ണദാസ്, തീർച്ചയായും വന്ദേ ഭാരതിൻ്റെ അടുത്ത സർവീസ് തുടങ്ങുമ്പോൾ അതിൽ എതിർ അഭിപ്രായങ്ങളില്ല, എല്ലാവരും ഒരുപോലെ തന്നെ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ ഇനിയും സർവീസുകൾ ആവശ്യമാണ് കേരളത്തെ പോലെയുള്ള ഒരു സംസ്ഥാനത്തിന് എന്നാണ്